رسول الله وعلى آله وصحبه أجمعين أما بعد. നമ്മൾ പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ ദുറൂസുൽ അറബിയയുടെ പിന്നെ അടുത്തൊരു ചാപ്റ്ററൊക്കെ കയറുന്നതിന് മുന്നേ മൊത്തത്തിലുള്ളൊരു കൺക്ലൂഷൻ പറയുക എന്നുള്ള നിലക്കാണ് നമ്മൾ തുടങ്ങി വെച്ചത്. അത് നമ്മൾ അസ്മാകളിലുള്ളത് മാത്രമാണ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇൻഷാ അല്ലാഹ് ഇനി നമുക്കത് അഫ്ആലിൽ ഉള്ളതും കൂടി പിന്നെ നമുക്ക് നോക്കേണ്ടതുണ്ട്. കാണുന്നുണ്ടല്ലോ അല്ലേ സ്ക്രീൻ? ഓക്കെ, അപ്പൊ നമ്മള് പിന്നെ അടുത്തത് ഹർഫുകളെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞു. അതില് ഫീ എന്നുള്ളത് പിന്നെ എപ്പോഴും ഹർഫു ജർ മബനിയാണ്. ഹറൂഫുൽ ജറിനെ കുറിച്ചിട്ടായിരുന്നു നമ്മൾ പറഞ്ഞത്. ഹറൂഫുൽ ജറുകൾ എന്തായിരിക്കും? മബനി ആയിരിക്കും എന്നുള്ളത് നമ്മൾ പറയുന്നത്. ഫീ പിന്നെ ഹർഫു ജർ മബനിയൻ അല സുക്കൂൻ അല ഹർഫു ജർ പിന്നെ മബനിയൻ അല സുക്കൂൻ. മുൻദു എന്നുള്ളത് ഹർഫു ജർ മബനിയൻ അല ضمة. വാവ് ഹർഫു അത്ഫാണ് മബ്നിയുൻ അലൽ ഫത്ഹ്. അതേപോലെ തന്നെ ഹംസ ഹർഫുൽ ഇസ്തിഫ്ഹാം മബ്നിയുൻ അലൽ ഫത്ഹ്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ സംഗതികളാണ്. ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോവാന്ന് മാത്രം. അസ്മാഉകളാണ്. അസ്മാഉകൾ പിന്നെ രണ്ടെണ്ണമാണ് എന്ന് നമ്മൾ പറഞ്ഞു. അതിലൊന്ന് മബ്നിയ ആയിട്ടുള്ളത്, മറ്റൊന്ന് മുഅറബായിട്ടുള്ളത്. മബ്നിയാത്തു മിനൽ അസ്മാ, ഇസ്മുകളിൽ മബ്നി ആയിട്ടുള്ള ഇസ്മുകളാണ്. ഇസ്മുകൾ മബ്നിയുണ്ട് മുഅറബും ഉണ്ട് നമ്മൾ പറഞ്ഞു. അതിൽ മബ്നി ആയിട്ടുള്ള ഇസ്മുകൾ ഒന്ന് അസ്മാഉൽ ഇഷാറയാണ്. ഹാദാ റജുലുൻ എന്നുള്ളത് ഇസ്മുൽ ഇഷാറ മബ്നിയുൻ അല സുകൂൻ ഫി മഹല്ലി റഫ്ഇ മുബ്തദ. ഹാദാ എന്നുള്ളത് അദ്ദമാഇറുൽ മുൻഫസില, മുൻഫസിലായിട്ടുള്ള ളമീർ ഹുവ എന്നുള്ളതാണ് അതിലൊന്ന്. ഹുവ മുദർരിസുൻ എന്നുള്ളത് ളമീറുൻ മുൻഫസിലുൻ മബ്നിയുൻ അലൽ ഫത്ഹി ഫി മഹല്ലി റഫ്ഇ മുബ്തദ. പിന്നെ അദ്ദമാഇറുൽ മുത്തസില, അത് ചേർന്ന് വരുന്ന ളമീർ ഇസ്മുഹു എന്നുള്ളിടത്തെ ആ ഹു എന്നുള്ളതാണ്. ഇസ്മുഹു മുഹമ്മദുൻ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഹു എന്നുള്ളത് ളമീറുൻ മുത്തസിലുൻ മബ്നിയുൻ അലൽ ളമ്മി ഫി മഹല്ലി ജർരി മുദാഫുൻ ഇലൈഹി. അസ്മാഉൽ മൗസൂല, അസ്മാഉൽ മൗസൂല അല്ലദി അല്ലത്തി എന്നൊക്കെയുള്ളതൊക്കെയാണ്. അല്ലാഹു അല്ലദി ഖലഖക്കും എന്ന് പറയുമ്പോൾ ഇസ്മു മൗസൂല മബ്നിയുൻ അല സുകൂൻ ഫി മഹല്ലി റഫ്ഇ ഖബർ. അസ്മാഉൽ ഇസ്തിഫ്ഹാം, അസ്മാഉൽ ഇസ്തിഫ്ഹാം മൻ ഫിൽ ഗുർഫത്തി, ചോദ്യം ചോദിക്കുന്നതാണ്. അത് മൻ എന്നുള്ളതാണ്. ഇസ്മു ഇസ്തിഫ്ഹാമി മബ്നിയുൻ അല സുകൂൻ ഫി മഹല്ലി റഫ്ഇൻ മുബ്തദഉൻ എന്നുള്ളതാണ്. അപ്പോൾ ഈ അഞ്ചെണ്ണമാണ് ഇസ്മുകളിൽ മബ്നിയായിട്ട് വരുന്നത്. ഒന്ന് അസ്മാഉൽ ഇഷാറ, ളമീർ മുത്തസിൽ, ളമീർ മുൻഫസിൽ, അസ്മാഉൽ മൗസൂല, അസ്മാഉൽ ഇസ്തിഫ്ഹാം എന്നുള്ള അഞ്ചെണ്ണം. പിന്നെ ഇസ്മുകളിൽ മൗഖിഅ ഉണ്ട്, ഹാലുണ്ട്, അലാമത്തുൽ ഇഅ്റാബ്. പിന്നെ ഇഅ്റാബിന്റെ മൗഖിഅകൾ നമ്മൾ പറഞ്ഞു. മുബ്തദ, ഖബർ, ഫാഇൽ, മഫ്ഊലു ബിഹി, ഇതൊക്കെ മൗഖിഅകളാണ്, സ്ഥാനങ്ങളാണ്. അതിന്റെ അവസ്ഥകൾ ഹാലാണ്. എന്ത്? മുബ്തദഇന്റെ ഹാലാണ് മർഫൂഉ, ഖബറിന്റെ ഹാല് മർഫൂഉ, ഫാഇലിന്റെ ഹാല് മർഫൂഉ, മഫ്ഊലു ബിഹിന്റെ ഹാല് മൻസൂബ് എന്നുള്ളതാണ്. അതേപോലെ തന്നെ അലാമത്തുൽ ഇഅ്റാബ്, ഇഅ്റാബിന്റെ അടയാളങ്ങൾ അത് രണ്ട് നിലയ്ക്ക് വരും. ഒന്ന് അലാമത്തുൽ അസ്ലിയ, മറ്റൊന്ന് അലാമത്തുൽ ഫർഇയ്യ. അത് അസ്ലിയായിട്ട് എന്താണോ ഉള്ളത്, ദമ്മാണെങ്കിൽ ദമ്മ് എന്ന് തന്നെ വരും. ചിലത് എന്തായിരിക്കും? ഫത്ഹ ആയിരിക്കും. റഫ്ഇന്റെ അടയാളം ദമ്മാണെങ്കിൽ ചിലപ്പോ അവിടെ റഫ്ഇന്റെ അടയാളം ഫത്ഹായിട്ട് വരാം, കെസ്റായിട്ട് വരാം എന്നുള്ളതാണ്. അപ്പോൾ അലാമത്തുൽ ഇഅ്റാബ് രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് അസ്ലിയ ഉണ്ട്, ഫർഇയ്യ ഉണ്ട്. അതിൽ നമ്മൾ പറഞ്ഞു അലാമത്തുൽ ഇഅ്റാബ് പിന്നെ റഫ്അ്, ദമ്മ്,
ജറ്, ജസ്മ് ഇങ്ങനെയുള്ളത്. അതിന്റെ ഇതാണ് പിന്നെ ഇഅ്റാബിന്റെ അടയാളങ്ങൾ. റഫ്ഉം നസ്ബും ജറും ജസ്മുമാണ്. അതിൽ അലാമത്തുൽ അസ്ലിയായിട്ടുള്ള അടയാളങ്ങളാണ് എന്ത്? റഫ്അ ചെയ്യുമ്പോൾ അത് ദമ്മ കൊണ്ടായിരിക്കും, നസ്ബ് ചെയ്യുന്നത് ഫത്ഹ കൊണ്ടായിരിക്കും, ജറ് ചെയ്യുന്നത് കസർ കൊണ്ടായിരിക്കും, ജസ്മ് ചെയ്യുന്നത് സുക്കൂന് കൊണ്ടായിരിക്കും. അലാമത്തുൽ ഫറഇയ്യ അത് നമ്മൾ പറഞ്ഞു, അലിഫ് കൊണ്ട് പിന്നെ റഫ്അ ചെയ്യുന്നത് മുസന്നയിലാണ്, വാബ് കൊണ്ട് റഫ്അ ചെയ്യുന്നത് മുദക്കർ സാലിമിലും അസ്മാഉൽ ഖംസയിലുമാണ്, സുബൂത്തുൻ നൂന് കൊണ്ട് റഫ്അ ചെയ്യുന്നത് അഫ്ആലുൽ ഖംസയിലാണ് എന്നുള്ളതാണ്. ഇനി അടുത്തത് പിന്നെ അലിഫ് കൊണ്ട് നസ്ബ് ചെയ്യുന്നത് അസ്മാഉൽ ഖംസയിലായിരിക്കും, യാ കൊണ്ട് നസ്ബ് ചെയ്യുന്നത് മുസന്നയിലും ജംഉ മുദക്കർ സാലിമിലുമായിരിക്കും, കസ്ർ കൊണ്ട് നസ്ബ് ചെയ്യുന്നത് മുഅന്നസ് സാലിമിലായിരിക്കും, ജംഉ മുഅന്നസ് സാലിമിൽ ആയിരിക്കും എന്നുള്ളതാണ്. ഹദ്ഫു നൂന് കൊണ്ട് നസ്ബ് ചെയ്യുന്നത് അഫ്ആലുൽ ഖംസയിലായിരിക്കും. ഹദ്ഫു നൂന് കൊണ്ട് നസ്ബ് ചെയ്യുന്നത് അഫ്ആലുൽ ഖംസയിൽ. അതേപോലെ തന്നെ യാ കൊണ്ട് കെസ്ർ ചെയ്യുന്നത്, അതായത് ജറ് ചെയ്യുന്നത് മുസന്നയിലായിരിക്കും, പിന്നെ മുദക്കർ സാലിമിലായിരിക്കും, അസ്മാഉൽ ഖംസയിലായിരിക്കും. അതേപോലെ തന്നെ ഫത്ഹ കൊണ്ട് ജറ് ചെയ്യുന്നത് മംനൂഉ മിനസ് സർഫിൽ ആയിരിക്കും. പിന്നെ ഹദ്ഫു നൂന് കൊണ്ട് അഫ്ആലുൽ ഖംസയിലാണ് എന്ത് ചെയ്യുക? ജസ്മ് ചെയ്യുക. അഫ്ആലുൽ ഖംസയിൽ ജസ്മ് ചെയ്യുന്നത് നൂന് കൊണ്ട് ആയിരിക്കും എന്നുള്ളതാണ്. ഇനി പിന്നെ അസ്മാകളാണ്. അതിലൊന്ന് ഹാല്, അതേപോലെ തന്നെ മിസാല്, പിന്നെ അലാമത്തുൽ ഇഅ്റാബ്. ഒരു ഇതാണ് മർഫൂഇന് ഒരു ഉദാഹരണമാണ് ഹാദാ കിതാബുൻ. ഹാദാ കിതാബുൻ. കിതാബുൻ എന്നുള്ളത് ഖബറുൻ മർഫൂ' വ അലാമത്തു റഫ്ഇഹി അദ്ദമ്മ. ഇത് അസ്ലിയായിട്ടാണ്, കാരണം അവിടെ ദമ്മ കൊണ്ടാണ് റഫ്അ ചെയ്തിട്ടുള്ളത്. പിന്നെ മൻസൂബ്, ഇഷ്തറൈതു കിതാബൻ, ഞാൻ പുസ്തകം വാങ്ങി എന്നുള്ളതാണ്. അവിടെ എന്താണ്? മഫ്ഊലു ബിഹി മൻസൂബ് വ അലാമത്തു നസ്ബിഹി അൽ ഫത്ഹ. അസ്ലിയാണ്, കാരണം നസ്ബ് ചെയ്യുന്നത് ഫത്ഹ കൊണ്ട് തന്നെയാണ്. മറ്റൊന്ന് മജ്റൂറാണ്. മജ്റൂർ ഖറഅതു മിനൽ കിതാബി, ഞാൻ പുസ്തകത്തിൽ നിന്ന് വായിച്ചു എന്നുള്ളതാണ്. ഇസ്മുൻ മജ്റൂർ വ അലാമത്തു ജർരിഹി അൽ കസ്റ. അസ്ലിയാണ്, കാരണം അത് ജറ് ചെയ്യുന്നത് കസ്ർ കൊണ്ട് തന്നെയാണ്. ഇനി മുസന്നയിൽ ഇതേമാതിരിയുള്ള ഓരോന്നാണ് നോക്കുന്നത്. മർഫൂഅ് ഹാദാ മുസ്ലിമാനി എന്നുള്ളതാണ്. അവിടെ ജറ് ചെയ്യുന്നത് അലിഫ് കൊണ്ടാണ്. ഖബറുൻ മർഫൂ വ അലാമത്തു റഫ്ഇഹി അൽ അലിഫ്. ഫർഇയാണ്, കാരണം റഫ്ഇന്റെ അടയാളം ദമ്മാണ് ഉള്ളത്, പക്ഷെ ഇവിടെ എന്താണ്? പിന്നെ അലിഫാണ് വന്നിട്ടുള്ളത്. മൻസൂബ് റഅയ്തു മുസ്ലിമൈനി ഫിൽ മസ്ജിദ്, ഞാൻ രണ്ട് മുസ്ലിമീങ്ങൾ എന്ത് ചെയ്തു? പിന്നെ പള്ളിയിൽ കണ്ടു എന്നുള്ളതാണ്. അപ്പൊ മഫ്ഊലുൻ ബിഹി മൻസൂബ് അലാമത്തു നസ്ബിഹി അൽ യാ. ഫറഇയാണ്, യാ കൊണ്ടാണ് നസ്ബ് ചെയ്തിട്ടുള്ളത്. മജ്റൂർ ജാഊ ഫി സയ്യാറതൈനി, പിന്നെ അവർ രണ്ട് കാറിൽ പോയി എന്നുള്ളതാണ്. ഇസ്മു മജ്റൂർ വ അലാമത്തു ജർരിഹി അൽ യാ, ഫറഇയാണ്. മറ്റൊന്ന് ജംഉ മുദക്കരി സാലിം, അതിന്റെ പിന്നെ മർഫൂഅ് ചെയ്യുന്നത് വാവ് കൊണ്ടാണ് എന്നുള്ളതാണ്. ഹഉലാഇ മുസ്ലിമൂന. ഹഉലാഇ മുസ്ലിമൂന ഖബറുൻ മർഫൂ' വ അലാമത്തു റഫ്ഇഹി അൽ വാവ്. അത് ഫർഇയാണ്. മൻസൂബ് റഅയ്തുൽ മുസ്ലിമീന ഫിൽ മസ്ജിദ്, ഞാൻ മുസ്ലിമീങ്ങളെ പള്ളിയിൽ കണ്ടു. മുസ്ലിമീന എന്നുള്ളത് മഫ്ഊലുൻ ബിഹി മൻസൂബ് വ അലാമത്തു നസ്ബിഹി അൽ യാ, അത് ഫർഇയാണ്. മജ്റൂർ ഹാദിഹി ബുയൂത്തുൽ മുസ്ലിമീന എന്നതാണ്. ബുയൂത്തുൽ മുസ്ലിമീന എന്നുള്ളതാണ്. മുദാഫുൻ ഇലൈഹി മജ്റൂർ വ അലാമത്തു ജർരിഹി അൽ യാ, ഫർഇയാണ്. ഇനി അൽ അസ്മാഉൽ ഖംസ, അസ്മാഉൽ ഖംസയിലുള്ള അതാണ് മർഫൂഅ് ചെയ്യുന്നത് ഹാദാ അബൂ മുഹമ്മദിൻ. ഖബറുൻ മർഫൂ' വ അലാമത്തു റഫ്ഇഹി അൽ വാവ്. വാവ് കൊണ്ടാണ് റഫ്അ് ചെയ്യുന്നത്, ഫർഇയാണ്. മൻസൂബ് റഅയ്തു അബാ മുഹമ്മദിൻ എന്നുള്ളതാണ്. അബാ എന്നുള്ളത് മഫ്ഊലുൻ ബിഹി മൻസൂബ് അലാമത്തു നസ്ബിഹി അൽ അലിഫ്, ഫർഇയാണ്. മജ്റൂർ ദഹബ്തു ഇലാ അബീ മുഹമ്മദിൻ, ഞാൻ മുഹമ്മദിന്റെ വാപ്പയുടെ അടുത്തേക്ക് എന്ത് ചെയ്തു? പോയി എന്നുള്ളതാണ്. അപ്പോൾ ഇസ്മുൻ മജ്റൂർ വ അലാമത്തു ജർരിഹി അൽ യാ, ഫർഇയാണ്, കാരണം മജ്റൂർ ജറിന്റെ അടയാളം
കെസറാണ്, പക്ഷെ ഇവിടെ യാ ആണ് വന്നിട്ടുള്ളത്. ജംഉ മുഅന്നസ് സാലിം, ജംഉ മുഅന്നസ് സാലിമിന്റെ ഹാലും മിസാലും അലാമത്തുൽ ഇഅ്റാബാണ്. മർഫൂ ചെയ്യുന്നത് പിന്നെ താ കൊണ്ടാണ് എന്നുള്ളതാണ്. ഹയവാനാത്തു ഫിൽ ضم കൊണ്ടാണ്. ഹയവാനാത്തു ഫിൽ ഗാബതി مبتدأ مرفوع وعلامة رفعه الضمة. مبتدأ مرفوع وعلامة رفعه الضمة أصلية. منصوب رأيت الحيوانات، رأيت الحيوانات مفعول به منصوب وعلامة نصبه الكسرة فرعيا، كان كسرون دانا نسبية. مجرور الجنة تحت أقدام الأمهات എന്നുള്ളതാണ്. അവിടെ മുദാഫുൻ ഇലൈഹി മജ്റൂർ വഅലാമത്തു ജർരിഹി അൽ കസ്റ അസ്ലിയയാണ്. കാരണം അത് ജറിന്റെ അടയാളം കസ്റാണ്. ഇവിടെയും എന്താണ് കസ്റായിട്ടാണ് വന്നിട്ടുള്ളത്. ഇനി മംനൂഉൻ മിനസ് സർഫ്, മർഫൂഉ ഇത് ഹാദിഹി ആയിഷതു എന്നുള്ളതാണ്. അപ്പോൾ ഖബറുൻ മർഫൂ വഅലാമത്തു റഫ്ഇഹി അദ്ദമ്മ അസ്ലിയയാണ്. منصوب رأيت عائشة എന്നുള്ളതാണ്. مفعول به منصوب وعلامة نصبه الفتحة أصليا. مجرور هذا كتاب عائشة എന്നാണ്. അവിടെ مضاف إليه مجرور وعلامة جره الكسرة. കാരണം നമ്മൾ അസ്മാഉൽ മംനൂഉ മിനസ് സർഫ് ജർ ചെയ്യുന്നത് ഫത്ഹ കൊണ്ടാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് ഫറഈ ആയിട്ട് വന്നിട്ടുള്ളത്. ഇനി അഫ്ആലുകൾ ഇതുവരെയാണ്. പിന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇവിടം വരെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇനി അഫ്ആലുകളാണ്. അഫ്ആലുകൾ പിന്നെ 3 രൂപത്തിലുണ്ട് എന്നുള്ളതാണ്. അഫ്ആലുകൾ 3 രൂപത്തിലുണ്ട്. ഒന്ന് മാദിയാണ്, മാദിയായിട്ടുള്ള ഫിഅലുണ്ട്. അതെപ്പോഴും എന്തായിരിക്കും? മബ്നിയുൻ ദായിമ, എപ്പോഴും അതെന്തായിരിക്കും? മബ്നിയായിരിക്കും. ഫിഅല് മാദി എപ്പോഴും മബ്നി ആയിരിക്കും. ഫിഅല് മുദാരി ഉണ്ട്. ഫിഅല് മുദാരി മബ്നിയുൻ വ മുഅറബുൻ എന്തായിരിക്കും? മബ്നി ആയിരിക്കും, മുഅറബും ആയിരിക്കും. ഇഅ്റാബുള്ളതായിരിക്കും, മബ്നി ആയിരിക്കും. ഫിഅലുൽ അംർ കൽപ്പന ക്രിയ, അത് മബ്നിയുൻ ദായിമ, എപ്പോഴും എന്തായിരിക്കും? അത് മബ്നി ആയിരിക്കും. അപ്പോൾ ഫിഅല് 3 എണ്ണാണ്: മാദി, മുദാരി, അംർ. അതിൽ മാദിയും അംറും എപ്പോഴും എന്തായിരിക്കും? മബ്നി ആയിട്ടായിരിക്കും. മുദാരി എന്താകും? മബ്നിയുമാകും, മുഅറബും ആകും എന്നുള്ളതാണ്. ഇനി ഇഅ്റാബുൽ ഫിഅലുൽ മുദാരി, ഇഅ്റാബുൽ ഫിഅലുൽ മുദാരി ശരിക്കും ശ്രദ്ധിക്കാം, ചെറിയായിട്ടാണ്. കതബൽ വലദു അദ്ദർസ, കതബൽ വലദു അദ്ദർസ, കുട്ടി എന്ത് ചെയ്തു? പിന്നെ പാഠം എഴുതി എന്നുള്ളതാണ്. പിന്നെ അപ്പൊ ഇവിടെ എന്തായിരിക്കും വരിക? കതബ എന്നുള്ളതിന്റെ ഇഅ്റാബ് എന്തായിരിക്കും? فعل ماضي فعل ماضي فعل ماضي مبني مبني على على الفتح مبني على الفتحة. أيوة، فعل ماضي مبني على الفتحة. فعل ماضي مبني على الفتحة. അടുത്തത് كتبت البنت الدرس, പെൺകുട്ടി എന്ത് ചെയ്തു? പാഠം എഴുതി. كتبت البنت, അവിടെ കതബത്തിന വന്നിട്ടുള്ളത് കതബത്ത് എന്നുള്ളതാണ് കേട്ടോ. كتبت البنت الدرس എന്തായിരിക്കും? فعل ماضي مبني فعل ماضي فعل ماضي مبني على الفتحة. فعل ماضي مبني على الفتحة എന്നുള്ളതാണ്. ഓക്കെ, അടുത്തൊന്ന് അൽ ഔലാദു കതബൂ അദ്ദർസ, കുട്ടികൾ എന്ത് ചെയ്തു? പാഠം എഴുതി എന്നാണ്. അൽ ഔലാദു കതബൂ അദ്ദർസ എന്തായിരിക്കും? ماضي مبني على الضمة. أيوة، فعل ماضي مبني على الضمة. فعل ماضي مبني على الضمة. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫിഅൽ മാദി എപ്പോഴും എന്തായിരിക്കും? മബ്നി ആയിരിക്കും. മബ്നിയും ദായിമൻ എന്ന് നമ്മൾ പഠിച്ചു. അടുത്തതാണ് അൽ ബനാതു
كتبنا الدرس البنات كتبنا الدرس പെൺകുട്ടികൾ പാഠം എഴുതി എന്നുള്ളതാണ്. ماضي مبني على السكون. سكون أيوة. فعل ماضي مبني على السكون. على فعل السكون ماضي مبني على على السكون. السكون أنت كتبت الدرس നീ പാഠം എഴുതി എന്നാണ്. أنت كتبت الدرس. عليه فعل فعل ماضي 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 مبني على مبني على الفتح. السكون على الفتح. فعل ماضي مبني على السكون. سكون سكون. എന്നാണ്. كتب എന്നാണ് കേട്ടോ. كتب كتبت. فعل ماضي كتبت. مبني على على السكون السكون എന്നുള്ളതാണ്. അടുത്തത് അൻതി കതബ്തി അദ്ദർസ. അൻതി കതബ്തി അദ്ദർസ നീ ഒരു പെണ്ണെന്ത് ചെയ്തു സ്ത്രീയോടാണ് നീ ഇത് എഴുതി എന്നാണ്. ഫിഅലുൻ عليه ماضي ماضي مبني مبني على على السكون ഫിഅലുൻ മാദി മബ്നിയുൻ അല على സുകൂൻ السكون എന്നുള്ളതാണ്. അൻതും കതബ്തും അദ്ദർസ നിങ്ങൾ എന്ത് ചെയ്തു പാഠം എഴുതി പുരുഷന്മാരോട്. عليه فعل ماضي مبني فعل على ماضي السكون مبني على السكون. ഫിഅലുൻ മാദി മബ്നിയുൻ അല സുകൂൻ എന്നുള്ളതാണ്. അൻതുന്ന കതബ്തുന്ന ദർസ പെൺകുട്ടികളോടാണ് നിങ്ങൾ എന്ത് ചെയ്തു പാഠം എഴുതി എന്നുള്ളതാണ്. അൻതുന്ന കതബ്തുന്ന ദർസ. طب فعل ماضي مبني مبني على على السكون. مبني الضم على السكون. فعل ماضي مبني مبني على على السكون. السكون فعل ماضي مبني على على السكون. السكون. أنا كتبت الدرس ഞാൻ പാഠം എഴുതി. أنا كتبت ماضي. الدرس. فعل ماضي فعل مبني ماضي على مبني السكون على السكون. مبني على السكون. فعل ماضي مبني على السكون. فعل ماضي مبني على السكون എന്നുള്ളതാണ്. نحن كتبنا الدرس ഞങ്ങൾ പാഠം എഴുതി. نحن كتبنا الدرس. فعل ماضي مبني على السكون مبني على السكون. فعل ماضي مبني على السكون. فعل السكون. ماضي مبني على السكون എന്നുള്ളതാണ്. ഓക്കെ. അപ്പോ പിന്നെ നമ്മൾ പറഞ്ഞതനുസരിച്ച് ഫിഅൽ മാദി എപ്പോഴും ഇതായിരിക്കും മബ്നി ആയിരിക്കും എന്നുള്ളതാണ്. അത് എന്താണോ വരുന്നത്, ഏത് ഹർക്കത്താണോ വരുന്നത്, അതിന്മേൽ എന്തായിരിക്കും മബ്നി ആയിരിക്കും. അപ്പൊ ആദ്യത്തെ രണ്ടെണ്ണം എന്താണ് ഫത്ഹമ്മ മബ്നിയാണ്. മൂന്നാമത്തേത് പിന്നെ ദമ്മുമ്മൽ ദമ്മ. മബ്നിയാണ്. ബാക്കിയുള്ളതെല്ലാം എന്താണ് സുക്കൂനുമേൽ سكون മബ്നി مبني ആണ് എന്നുള്ളതാണ്. അപ്പോ ഫിഅലു മാദി മബ്നിയുൻ ദായിമൻ എന്നുള്ളതാണ്. അപ്പൊ ഇത്ര ഉള്ളു. നമ്മള് ഫിഅലു മാദി എപ്പോഴും അതിന്റെ അവസാനത്തെ അക്ഷരത്തിൽ എന്തായിരിക്കും മബ്നി ആയിരിക്കും. ആയിരിക്കും. നമ്മള് മനസ്സിലാക്കുക. കതബ, കതബ്, കതബു എന്നൊക്കെ വരുമ്പോ അബാഉമ്മലാണ് എന്ത് ചെയ്യുക ഇതിന്റെ മബ്നി നമ്മൾ നോക്കേണ്ടത്, ഇറാബ് നോക്കേണ്ടത്. അപ്പോ ഫിഅലു മാദി എപ്പോഴും അതിന്റെ അവസാനത്തെ അക്ഷരത്തിന്മേലായിരിക്കും എന്ത് ചെയ്യുക മബ്നി ആയിരിക്കുക. അത് പിന്നെ ഇറാബ് ഫിഅൽ മുദാരി. ഫിഅൽ മുദാരിന്റെ ആണ്. ഫിഅൽ മുദാരി പിന്നെ മബ്നി ആയിട്ടും വരും മുഅറബ് ആയിട്ടും വരും എന്ന് നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ എന്താകും അസ്ലി ആയിട്ടും ഉണ്ടാകും ഫറഈ ആയിട്ടും ഉണ്ടാകും. അസ്ലി ആയിട്ടും ഉണ്ടാകും ഫറഈ ആയിട്ടും ഉണ്ടാകും എന്നുള്ളതാണ്. അതിന്റെ ഹാല്, മിസാല്, അലാമത്തുൽ ഇറാബ്. ഇപ്പൊ മർഫൂവിന്റെ ഉദാഹരണമാണ് യൽഅബു, അൽഅബു, തൽഅബു, നൽഅബു എന്നുള്ളത്. കളിച്ചു, പിന്നെ കളിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ഞാൻ കളിക്കുന്നു, അങ്ങനത്തെ ഫിഅൽ മുദാരിയാണ് ഉള്ളത്. യൽഅബു, അൽഅബു, നൽഅബു, തൽഅബു. അപ്പൊ ഇതിന്റെ ഇറാബ് എന്തായിരിക്കും? فعل مضارع മുദാരിഅ مرفوع بالضمة മർഫൂഉൻ علامة മർഫൂആണ്. വഅലാമത്തു رفعه റഫ്ഇഹി الضمة മർഫൂവിന്റെ ഉദാഹരണമാണ് അദ്ദമ്മ. വഅലാമത്തു റഫ്ഇഹി അദ്ദമ്മ. ഇത് الضمة അസ്ലിയാണ് ഫറഈയാണ്? أصلية أصلي. അസ്ലിയാണ് അല്ലെ.
فعل مضارع مرفوع وعلامة رفعه الضمة അസ്ലിയാണ് അല്ലെ. ഫിഅൽ മുദാരിയാണ്, മർഫൂആണ്. അതേപോലെ തന്നെ അതിന്റെ അലാമത്തുൽ ഇഅ്റാബ് എന്താണ്? ദമ്മയാണ്, അസ്ലിയാണ്. ഇനി മൻസൂബിന്റെ ഉദാഹരണം യൽഅബ, അൽഅബ, തൽഅബ, നൽഅബ എന്നുള്ളതാണ്. അവിടെ എന്തായിരിക്കും? منصوب 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 وعلامة نصبه علامة الفتحة. نصبه الفتح. أيوة، فعل مضارع منصوب وعلامة نصبه الفتحة. فعل مضارع منصوب وعلامة نصبه الفتحة. مجزوم يلعب، ألعب، تلعب، نلعب എന്നുള്ളതൊക്കെ എന്തായിരിക്കും? فعل مضارع مضارع مجزوم مجزوم وعلامة جزمه جزمه السكون. السكون. അത് അസ്ലിയാണോ ഫറഇയാണോ? أصلي. അസ്ലിയാണ്. فعل مضارع مجزوم وعلامة جزمه السكون എന്നുള്ളതാണ്. അത് പിന്നെ അസ്ലിയായിട്ടാണ്. അപ്പോ ഫിഅൽ മുദാരിഇല് പിന്നെ അസ്ലിയായിട്ട് വരുന്നതുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അതായത് പിന്നെ ഫിഅൽ മുദാരി മുഅറബും ഉണ്ട്, മബ്നിയും ഉണ്ട് എന്നുള്ളത് പറഞ്ഞു. അതില് അസ്ലിയ, അതേപോലെ തന്നെ അസ്ലിയും ഉണ്ട്, ഫറഇയും ഉണ്ട്. അപ്പൊ ഇവിടെ ഫിഅൽ മുദാരിയിൽ അസ്ലിയായിട്ടുള്ളതിന് ഉദാഹരണങ്ങളാണ് നമ്മൾ ഇവിടെ കണ്ടത്. യൽഅബു എന്നുള്ളതും യൽഅബ, യൽഅബ് എന്നുള്ളതിനൊക്കെ അസ്ലിയായിട്ടുള്ളത്. ഇനി ഫഅലുൽ മുദാരിഇന്റെ വേറൊരു ഉദാഹരണം മർഫൂഇന് തഫഅലീന, തഫഅലൂന, യഫഅലൂന എന്നുള്ളതാണ്. എന്തായിരിക്കും ഇവിടെ? അതായത് അഫ്ആലുൽ ഖംസയാണ്. അപ്പൊ അവിടെ എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഫഅലുൻ മുദാരിഉൻ റഫിന്റെ അടയാളല്ലേ, മർഫൂഉൻ വഅലാമത്തു റഫ്ഇഹി സുബൂത്തുൻ നൂനാണ് അല്ലെ. നമ്മൾ പറഞ്ഞു ഫിഅൽ മുദാരിഅ പിന്നെ മർഫൂ ആകുന്നത്, അതായത് സോറി, അഫ്ആലുൽ ഖംസ മൻസൂബ് ആകുന്നത് എന്തുകൊണ്ടാണ്? സുബൂത്തുൻ നൂൻ കൊണ്ടാണ് നമ്മൾ പറഞ്ഞു. ഫിഅലുൻ മുദാരിഉൻ മർഫൂഉൻ വഅലാമത്തു റഫ്ഇഹി സുബൂത്തുൻ നൂനാണ്. അത് ഫറഇയ്യയാണ് അല്ലെ, ഫറഇയ്യയാണ്. കാരണം റഫ്ഇന്റെ അടയാളം എന്താണ്? ദമ്മാണ്. പക്ഷെ ഇവിടെ സുബൂത്തുൻ നൂൻ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്. ഇനി മൻസൂബിന്റെ ഉദാഹരണം തഫഅലി, തഫഅലു, യഫഅലു എന്നുള്ളതാണ്. فعل مضارع فعل مضارع منصوب وعلامة رفعه منصوب وعلامة منصوب. رفعه لا منصوب رفع نسب وعلامة نسبه نسبه حذف النون حذف النون. أصلية فرعية؟ فرعي. فرعية لا. فعل مضارع منصوب وعلامة نسبه حذف النون. حذف النون ആണ് അവിടെ ഉള്ളത്. അത് ഫറഇയ്യയാണ് അല്ലെ. അവിടെ അപ്പോ അഫ്ആലുൽ ഖംസയിൽ പിന്നെ ഹദ്ഫുൻ നൂൻ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? നസ്ബ് ചെയ്യുന്നത്. ഇനി മജ്സൂമിന് തഫ്അലി, തഫ്അലു, യഫ്അലു എന്നുള്ളതാണ്. فعل مضارع مجزوم وعلامة جزمه حذف النون. أصلية فرعية؟ فرعية يعني لا. فعل مضارع مجزوم وعلامة جزمه
ഹദ്ഫുന്നൂൻ ഫറഇയ്യയാണ് അല്ലെ. അപ്പോ പിന്നെ അഫ്ആലുൽ ഖംസയില് ഉള്ള കാര്യങ്ങളാണ് ഇവിടെ ഈ ഒരു പിന്നെ സ്ലൈഡിലുള്ളത്. ഒന്ന് പിന്നെ അത് മർഫൂ ആകുന്നത് സുബൂത്തുന്നൂൻ കൊണ്ടാണ്, മൻസൂബും മജ്സൂമും ആകുന്നത് എന്തുകൊണ്ടാണ്? പിന്നെ ഹദ്ഫുന്നൂൻ. ഹദ്ഫുന്നൂന് കൊണ്ടാണ് എന്നുള്ളതാണ്. ഇനി അടുത്തത് ഇഅ്റാബ് ഫിഅൽ മുദാരിയിൽ മറ്റൊന്നാണ്. മർഫൂഅ തഫ്അൽന യഫ്അൽന തഫ്അൽന യഫ്അൽന. فعل مضارع مبني أيوة مجزوم. مبني على السكون. مبني على السكون على السكون في في محل محل رفع في محل محل رفع. لا في محل رفع. فعل رفع. مضارع مبني على السكون في سكون محل في محل റഫ്അ. رفع. അപ്പൊ നമ്മൾ പറഞ്ഞു ഫിഅൽ മുദാരി മബ്നി ആകുന്നതുണ്ട് മുഅറബ് ആകുന്നുണ്ട്. അപ്പൊ ഇതിൽ മബ്നി ആകുന്നതിന്റെ ഉദാഹരണമാണ് തഫഅൽന യഫ്അൽന എന്നുള്ളത് അല്ലെ. ഫിഅൽ മുദാരി മബ്നി അല സുകൂനി ഫി മഹല്ലി റഫ്അ. ഇനി മൻസൂബിന് പിന്നെ തഫഅൽന യഫ്അൽന. فعل مضارع فعل مضارع مبني على على السكون على الفك على السكون في في محل محل نصب. نصب نصب. فعل مضارع مبني على السكون في في محل محل نصب. نصب അല്ലെ. നസ്ബുമേൽ എന്ത് ചെയ്യാണ്? അത് മബിനി ആണ് എന്നുള്ളതാണ്. അല്ലെ സുക്കൂനുമേൽ മബിനിയാണ് നസ്ബിന്റെ അവസ്ഥയിൽ. ഇനി മജ്സൂം പിന്നെ തഫഅൽന യഫ്അൽന തഫഅൽന യഫ്അൽന എന്തായിരിക്കും? فعل مضارع مضارع مبني في محل مجزوم مبني على السكون في محل في محل جزم في محل جزم. فعل مضارع مبني على السكون في محل جزم. فعل مضارع مجزوم. فعل مضارع مبني على السكون في محل جزم. ഓക്കെ. ഇനി പിന്നെ ഇഅ്റാബ് ഫിഅൽ മുദാരി കഴിഞ്ഞു. ഇനി ഇഅ്റാബ് ഫിഅലുൽ അംറാണ്. ഇഅ്റാബ് ഫിഅലുൽ അംർ എന്നുള്ളതാണ്. അവിടെ നമ്മൾ പറഞ്ഞു ഫിഅൽ അംർ എന്തായിരിക്കും? മബ്നിയാണോ മുഅറബാണോ? മബ്നി ആയിരിക്കും അല്ലേ. ഒരു ഉദാഹരണമാണ് ഇജ്ലിസ് അലൽ കുർസി. ഇജ്ലിസ് അലൽ കുർസി. അപ്പൊ ഇജ്ലിസ് എന്നുള്ളത് എന്താണ്? ഫിഅൽ അംർ مبني على السكون مبني على السكون مبني على السكون. സുക്കൂനുമേൽ എന്താണ്? മബ്നിയാണ്. മബ്നി അല സുകൂൻ എന്നുള്ളതാണ്. ഓക്കെ. അടുത്തത് പിന്നെ ഇദ്ഹബൂ ഇലൽ മസ്ജിദി. നിങ്ങൾ പള്ളിയിലേക്ക് പോകണം എന്നുള്ളതാണ്. എന്താണ്? സുക്കൂനോ? സുക്കൂൻ مبني على حذف النون. مبني على حذف النون. അവിടെ ഹദ്ഫുന്നൂനുമേലാണ് എന്ത് ചെയ്യുന്നത്? മബ്നി ആയിട്ടുള്ളത്. ഇസ്മഈ ഖൗലൽ മുദർരിസി. حذف النون مبني على حذف النون. مبني على حذف النون. اكتبنا الدرس. اكتبنا الدرس. നിങ്ങൾ എന്ത് ചെയ്യണം? സ്ത്രീകളോടാണ് പെൺകുട്ടിനോടാണ്
പാഠം എഴുതണം. فعل മബ്നിയുൻ فعل അല على السكون مبني على السكون മബ്നിയുൻ അല സുക്കൂൻ سكون മബ്നിയുൻ അല സുക്കൂൻ സുക്കൂനുമലാണ് എന്ത് ചെയ്യുന്നുള്ളത് ഇത് മബ്നിയായിട്ടുള്ളത്. على السكون. ഇനി പിന്നെ അൽ മർഫൂആത്തു മിനൽ അസ്മാഇ വൽ അഫ്ആൽ, ഇസ്മിലും ഫിഅലും പിന്നെ മർഫൂ ആയിട്ട് വരുന്ന ഇസ്മുകളും ഫിഅലുകളും, അതാണ് ഇൻഷാ അല്ലാഹ് നമ്മള് പിന്നെ മനസ്സിലാക്കാൻ പോണത്. مرفوع ഒന്ന് പിന്നെ മൗഖിഅാണ്, അതിന്റെ സ്ഥാനം. ഓക്കെ, മുബ്തദ ഖബർ പിന്നെ ഫായില് അങ്ങനെയുള്ളതൊക്കെയാണ്. പിന്നെ മിസാല്, അതിന് ഉദാഹരണം അലാമത്തുൽ ഇഅ്റാബ്. ഒന്ന് പിന്നെ മർഫൂആത്തുകളാണ് കേട്ടോ, അപ്പൊ അത് ശരിക്കും ശ്രദ്ധിക്കണം. മർഫൂആത്തുകളുടെ ഇസ്മിലും ഫിഅലിലും വരുന്ന ഉദാഹരണങ്ങളാണ് മുബ്തദ ആയിട്ട് വരുമ്പോൾ. അൽ കിതാബു ജമീലുൻ, അൽ കിതാബു ജമീലുൻ എന്തായിരിക്കും ഇവിടെ വരിക ഇഅ്റാബ്? അൽ കിതാബു എന്നുള്ളതിന്റെ مرفوع മുബ്തദഉൻ مبتدأ مرفوع مرفوع وعلامة رفعه علامة رفعه الضمة الظاهرة അദ്ദമ്മ അല്ലെ? അസ്ലിയാണോ ഫർഇയാണോ? أصلي أصلي അസ്ലിയയാണ് അല്ലെ? മുബ്തദഉൻ മർഫൂ വഅലാമത്തു റഫ്ഇഹി അദ്ദമ്മ, رفعه الضمة അസ്ലിയാണ്. ഓക്കെ, അടുത്തത് പിന്നെ ജറിന്റെ ഒരു ഉദാഹരണം ഹാദാനി മുസ്ലിമാനി, ഹാദാനി മുസ്ലിമാനി എന്നുള്ളതാണ്. അവിടെ മുസ്ലിമാനി എന്നുള്ളതിന്റെ ഇഅ്റാബ് എന്താ? مسلمان خبر مرفوع خبر ഖബറുൻ مرفوع മർഫൂ وعلامة വഅലാമത്തു رفعه റഫ്ഇഹി ألف الألف അൽ അലിഫ്, അലിഫ് അസ്ലിയാണോ ഫർഇയാണോ? فرعي فرعي ഫർഇയാണ് അല്ലെ? ഖബറുൻ മർഫൂ വഅലാമത്തു റഫ്ഇഹി അൽ അലിഫ്, അത് ഫർഇയാണ്. ഖബറുൻ മർഫൂ വഅലാമത്തു റഫ്ഇഹി അൽ അലിഫ് ഫർഇയ. ഇനി അടുത്തത് ഫാഇലിന് ജാഅൽ മുസ്ലിമൂന, ജാഅൽ മുസ്ലിമൂന, മുസ്ലിമൂന എന്നുള്ളതിന്റെ ഇഅ്റാബ് فاعل مرفوع وعلامة ഫാഇലുൻ മർഫൂ വഅലാമത്തു റഫ്ഇഹി رفعه الواو 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 അൽവാവ്. അസ്ലിയാണോ ഫർഇയാണോ? فرعي فرعي ഫർഇയയാണ് അല്ലെ? ഫാഇലുൻ മർഫൂ വഅലാമത്തു റഫ്ഇഹി അൽവാവ്, അത് ഫർഇയ ആണ്. ഇനി ഇസ്മു ലൈസ, ഇസ്മു ലൈസ ഉദാഹരണമാണ് ലൈസൽ ഖുർആനു മഖ്ലൂഖൻ, ഖുർആൻ എന്തല്ല? ഒരു സൃഷ്ടി അല്ല എന്നുള്ളതാണ്. അൽ ഖുർആനു എന്നുള്ളത് എന്തായിരിക്കും? ഇസ്മു ലൈസ ليس مرفوع وليس مرفوع മർഫൂഉൻ وعلامة وعلامة رفعه رفعه الضمة 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 അദ്ദമ്മ. അസ്ലിയാണോ ഫർഇയാണോ? أصلي 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 അസ്ലിയയാണ്. വെരി ഗുഡ്. ഇസ്മു ലൈസ മർഫൂഉൻ വഅലാമത്തു റഫ്ഇഹി അദ്ദമ്മ, അത് അസ്ലിയ ആണ്. ഇനി ഖബറു ഇന്ന, ഖബറു ഇന്ന ഇന്നൽ ജവ്വ ബാരിദുൻ, തീർച്ചയായും അന്തരീക്ഷം എന്താണ്? തണുപ്പുള്ളതാണ്, ഉള്ളതാണ്. കാലാവസ്ഥ നല്ല തണുപ്പുള്ളതാണ് എന്നുള്ളതാണ്. അപ്പൊ എന്തായിരിക്കും? إنما ഖബറു ഇന്ന മർഫൂ وعلامة رفعه علامة رفعه الضمة അദ്ദമ്മ അല്ലെ? അസ്ലിയാണോ ഫർഇയാണോ? أصلي അസ്ലിയയാണ് അല്ലെ? ഖബറു ഇന്ന മർഫൂ വഅലാമത്തു റഫ്ഇഹി അദ്ദമ്മ, അത് അസ്ലിയ ആണ് എന്നുള്ളതാണ്. പിന്നെ ഫിഅലു മുദാരി', ഫിഅലു മുദാരി' അതിന്റെ ഉദാഹരണമാണ് അത്തുല്ലാബു യദ്റുസൂന, അത്തുല്ലാബു യദ്റുസൂന വിദ്യാർത്ഥികൾ പഠിക്കുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത്. അപ്പോ ഫിഅലുൻ
فعل مضارع 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 مرفوع مرفوع وعلامة علامة علامة رفعه ثبوته الواو واو ثبوت 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 النون ثبوت ثبوت النون ثبوت النون أصليانة فرعيانة فرعي فرعي فرعية ആയിരിക്കും ഓക്കെ അല്ലേ فعل مضارع مرفوع وعلامة رفعه ثبوت النون ഇത് فرعيയാണ് ഇനി മൻസൂബാത്തു മിനൽ അസ്മാഇ വൽ അഫ്ആൽ ഫിഅലുകളിൽ വരുന്ന പിന്നെ ഇസ്മുകളിലും ഫിഅലുകളിലും വരുന്ന മൻസൂബുകൾ ഇപ്പൊ നമ്മൾ മർഫൂഅകളെ കുറിച്ചിട്ടാണ് പറഞ്ഞത് മർഫൂഅകൾ ഏതൊക്കെയാണ് ഫിഅലുകളിലും ഇസ്മുകളിലും വരുന്നത് മുബ്തദ വരും ഖബർ വരും ഫാഇൽ വരും ലൈസ് ഇസ്മു ലൈസ വരും ഖബർ ഇന്ന വരും പിന്നെ ഫിഅലു മുദാരി വരും ഈ ആറെണ്ണൊക്കെ എന്താണ് ഇസ്മുകളിലും ഫിഅലുകളിലും വരുന്ന മർഫൂഅത്തുകൾ ആണ് എന്നുള്ളതാണ് ഇനി ഇസ്മുകളിലും ഫിഅലുകളിലും വരുന്ന മൻസൂബാത്തുകൾ പിന്നെ ഇവിടെ ഇസ്മു ഇന്ന എന്നൊക്കെ പറഞ്ഞില്ലേ ഇസ്മു ഇന്നും കാന അഖ്വാത്തിഹി ഒക്കെ എന്താണ് മർഫൂഅത്തുകളായിരിക്കും വരിക ഓക്കെ മഫ്ഊലുൻ ബിഹി മഫ്ഊലുൻ ബിഹി അല്ലേ അതിനുള്ള ഒരു ഉദാഹരണമാണ് ഖലഖല്ലാഹു സ്സമാവാതി ഖലഖല്ലാഹു അസ്സമാവാതി അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എന്താണ് ഇഅ്റാബ് വരിക مفعول به منصوب مفعول به مفعول به منصوب منصوب وعلامة وعلامة نصبه نصبه الألف واو الألف ألف الألف الواو الواو لا 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 تمام لا ممنوع من الصرف كسرة ممنوع من الصرف كسرة 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 لا سماوات كسرة أصلية فرعية فرعي فرعية لا مفعول به منصوب وعلامة نصبه الكسرة مفعول به منصوب وعلامة نصبه الكسرة هذا എന്താണ് പിന്നെ فرعية يعني എന്നുള്ളതാണ് ഓക്കെ ഇസ്മു ഇന്ന ഉദാഹരണമാണ് ഇന്നൽ മുസ്ലിമീന അല്ല ഇന്നൽ മുഅ്മിനീന സ്വാദിഖൂൻ ഇന്നൽ മുഅ്മിനീന സ്വാദിഖൂൻ മുഅ്മിനീങ്ങൾ എന്താണ് വിശ്വസ്തരാണ് എന്നുള്ളതാണ് അപ്പൊ എന്തായിരിക്കും اسم ഇന്ന മൻസൂബ് സുബൂത്തുനോ الياء യാ ആണ് അസ്ലിയാണോ ഫറഇയാണോ فرعي ഫറഇയ്യയാണ് ഇസ്മു ഇന്ന മൻസൂബ് വഅലാമത്തു നസ്ബിഹി അൽയാ അത് ഫറഇയ്യയാണ് യാ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് അവിടെ നസ്ബ് ചെയ്യുന്നത് മറ്റൊന്ന് ഖബറു ലൈസ ഉദാഹരണം ലൈസ ശാരിഉ മുസ്ദഹിമൻ റോഡ് എന്തല്ല തിരക്കുള്ളതല്ല എന്നുള്ളതാണ് ലൈസ ശാരിഉ മുസ്ദഹിമൻ എന്നുള്ളത് എന്തായിരിക്കും خبر ليس منصوب وعلامة نصبه الفتحة أصلية علامة نسبه الفتحة أصلية يعني لا خبر ليس منصوب وعلامة نسبه الفتحة أصلية أنا മറ്റൊന്ന് തമീസ് പഠിച്ചിട്ടുണ്ട് ഫിൽ ഫസ്ലി 20 طالبا ഫിൽ ഫസ്ലി 20 طالبا ക്ലാസ്സിൽ 20 വിദ്യാർത്ഥികളുണ്ട് طالبا എന്നുള്ളത് എന്താണ് منصوب وعلامة نصبه الفتحة الفتحة
أصلية അസ്ലിയയാണ്. أصلية തമീസുൻ മൻസൂബ് വഅലാമത്തു നസ്ബിഹി അൽ ഫത്ഹ അസ്ലിയ. തമീസുൻ മൻസൂബ് വഅലാമത്തു നസ്ബിഹി അൽ ഫത്ഹ അസ്ലിയ. ഇനി മുനാദ ഇജ്ലിസ് യാ അബാ മുഹമ്മദ്. ഇജ്ലിസ് യാ അബാ മുഹമ്മദിൻ എന്നുള്ളതാണ്. അവിടെ അബാ എന്നുള്ളത് എന്താണ്? منادى منصوب منصوب وعلامة علامة نصبه الفتحة الفتحة الألف ألف അലിഫല്ല, ഫാത്തിഹ അല്ല, അലിഫാണ് കേട്ടോ. മുനാദ മൻസൂബ് അല്ലെ, മുനാദ മൻസൂബ് വഅലാമത്തു നസ്ബിഹി അൽ അലിഫ് ഫറഇയ്യയാണ്. അലിഫ് ഫറഇയ്യ എന്നുള്ളതാണ്. ഇനി ഫിഅലു മുദാരി ആണ്. എന്താണ്? ലൈസ അഷ്റബുൽ ഖംറ, അല്ല ലൻ അഷ്റബുൽ ഖംറ. فعل مضارع منصوب فعل مضارع منصوب وعلامة نصبه الفتحة فتحة أصلية അസ്ലിയാണ് അല്ലെ. ഫിഅലുൻ മുദാരിഉൻ മൻസൂബ് വഅലാമത്തു നസ്ബിഹി അൽ ഫത്ഹ അസ്ലിയ ആണ് എന്നുള്ളതാണ്. അപ്പോ ഇതാണ് പിന്നെ ഇസ്മുകളിലും ഫിഅലുകളിലും വരുന്ന മൻസൂബാത്തുകൾ. ഫിഅലുൻ ബിഹി ആണ് ഇസ്മു ഇന്ന, ഖബറു ലൈസ, തമീസ്, മുനാദ, ഫിഅലു മുദാരി. ഫിഅലു മുദാരി എന്ത് ചെയ്യുന്നുണ്ട്? മർഫൂവിലും വരുന്നുണ്ട്, മൻസൂബിലും വരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അത് പിന്നെ അങ്ങോട്ട് മാറരുത്, ശ്രദ്ധിക്കണം. ഓക്കെ. ഇനി അൽ മജ്റൂറാത്തു മിനൽ അസ്മാ, ഇസ്മുകളിൽ വരുന്ന മജ്റൂറുകൾ. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, മജ്റൂറുകൾ ഇസ്മുകളിൽ മാത്രമേ എന്തുള്ളൂ ഉണ്ടാകുള്ളൂ. ഫിഅലുകളിൽ എന്തുണ്ടാവില്ല, മജ്റൂറുകൾ ഉണ്ടാവുകയില്ല എന്നതാണ്. ഓക്കെ. ഇസ്മു മജ്റൂർ ആയിട്ട് എന്ത് ചെയ്യും? മജ്റൂറുകൾ വരും. അതിലൊന്നാണ് അൽ ഖുറത്തു ഫിസ്സല്ലത്തി എന്നുള്ളത്. എന്തായിരിക്കും സല്ലത്ത്? مجرور وعلامة മജ്റൂർ അലാമത്തു ജർരിഹി الكسرة. أصلية فرعية؟ أصلية. لا، اسم مجرور وعلامة جره الكسرة. അസ്ലിയ ആണ് എന്നുള്ളതാണ്. അതേപോലെ തന്നെ വരുന്ന മറ്റൊന്നാണ് മുദാഫുൻ ഇലൈഹി ആയിട്ട് എന്ത് ചെയ്യും? പിന്നെ മജ്റൂറുകൾ വരും. ഹാദാ കിതാബു ആയിഷത, ഹാദാ കിതാബു ആയിഷത. എന്താണ്? مضاف إليه مجرور وعلامة الفتحة. كسر الفتحة ممنوع من الصرف. ممنوع من الصرف. فرعية. أصلية فرعية. فرعية يعني لا، مضاف إليه مجرور وعلامة جره الكسرة. പിന്നെ അത് ഫറഇയ്യ ആണ്. അലാമത്തു ജർരിഹി അൽ ഫത്ഹ, അത് ഫറഇയ്യ ആണ്. അപ്പോ പിന്നെ മജ്റൂറാത്തുകൾ എന്തേ വരുള്ളൂ? ഇസ്മുകളിലേ വരുള്ളൂ. അതിലൊന്ന് എന്താണ്? ഇസ്മു മജ്റൂർ ആയിട്ട് വരും, മുദാഫുൻ ഇലൈഹി ആയിട്ടാണ് മജ്റൂറുകൾ എന്ത് ചെയ്യുക വരുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ. ഇനി മജ്റൂറുകൾ പിന്നെ എന്തിനു ഫിഅലില് വരുന്നതുണ്ട്. അല്ല സോറി, മജ്സൂമുകൾ കേട്ടോ. മജ്സൂമാത്തു മിനൽ അഫ്ആൽ, മജ്സൂമുകൾ എന്തിലായിരിക്കും? ഫിഅലിലായിരിക്കും വരിക. അത് ഫിഅലു മുദാരിഇൽ മാത്രമാണ് വരുന്നത്. ഫിഅലില് മജ്സൂമുകൾ എന്തായിരിക്കും? ഇസ്മിൽ ഉണ്ടാവില്ല. അത് എന്തിലായിരിക്കും? ഫിഅലിലായിരിക്കും ഉണ്ടാവുക. അപ്പൊ നമ്മൾ പറഞ്ഞു പിന്നെ മർഫൂഅകൾ എന്തായിരിക്കും? അത് ഇസ്മുകളിൽ മാത്രമാണ് ഉണ്ടാവുക. അത് എന്ത് ചെയ്യില്ല, ഫിഅലുകളിൽ ഉണ്ടാവില്ല. അതിൽ വരുന്ന തന്നെ രണ്ടെണ്ണമാണ്. അത് ഇസ്മു മജ്റൂറായിട്ടും മുദാഫുൻ ഇലൈഹി ആയിട്ടും. ഇനി മജ്സൂമുകൾ ഫിഅലിലായിരിക്കും ഉണ്ടാകുക. അതിൽ തന്നെ എന്തായിരിക്കും? പിന്നെ ഫിഅലു മുദാരിഇൽ മാത്രമായിട്ടും വരിക. ഫിഅല് മുദാരിഇലായിരിക്കും മാത്രമായിട്ടും വരിക. മാദിയില് അമ്രിലും എന്ത് ചെയ്യില്ല, വരികയില്ല എന്നുള്ളത്
നമ്മൾ മനസ്സിലാക്കുക. അതിലൊരു ഉദാഹരണമാണ് ഫിഅൽ മുദാരി. ഫിഅൽ മുദാരിന്റെ ഏതാണ്? ലാ തൽഅബ് ഫിശ്ശാരിഇ, റോട്ടിൽ കളിക്കരുത്. ലാ തൽഅബ് ഫിശ്ശാരിഇ എന്നുള്ളതാണ്. فعل مضارع فعل مضارع مبني مجزوم مجزوم وعلامة جزمه جسمه سكون السكون السكون، وعلامة جزمه السكون. أصلية أنا فرعية أنا فرعية أصلية أنا അസ്ലിയ جزم لا جزمിന്റെ അടയാളം സുക്കൂൻ ആണല്ലോ. سكوننا أصلية أنا فعل مضارع مجزوم وعلامة جزمه السكون أصلية ആണ് എന്നുള്ളതാണ്. ഓക്കെ, ഇനി അടുത്തത് ഫിഅൽ മുദാരിയിൽ തന്നെയാണ്. നമ്മൾ പറഞ്ഞത് ഫിഅൽ മുദാരിയിൽ മാത്രമാണ് എന്ത് ചെയ്യുക, ജസ്മുകൾ വരുന്നത്. ഒരു ഉദാഹരണമാണ് ലാ തൽഅബൂ ഫിശ്ശാരിഇ, എന്ത് ചെയ്യരുത്, പിന്നെ റോട്ടിൽ കളിക്കരുത്. ലാ തൽഅബൂ ഫിശ്ശാരിഇ, അവിടെ എന്തായിരിക്കും? فعل مضارع مضارع مجزوم مضارع وعلامة جزمه علامة حذف النون حذف النون حذف النون. أصلية فرعية. فرعية فعل مضارع مجزوم وعلامة جزمه حذف النون. فعل مضارع مجزوم وعلامة جزمه حذف النون എന്നതാണ്. ഓക്കെ, ഇനി പിന്നെ അപ്പൊ നമ്മള് ഫിഅലുകൾ 3 വരുന്നു എന്ന് പറഞ്ഞു. അതില് മാദിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. മുദാരി മർഫൂആയിട്ടും മബ്നിയായിട്ടും മുഅറബായിട്ടും മബ്നിയായിട്ടും വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അതിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. അതേപോലെ തന്നെ അമ്ർ നമ്മൾ മനസ്സിലാക്കി. പിന്നെ ഉള്ളതാണ് പിന്നെ ഇസ്മുകളിലും ഫിഅലുകളിലും വരുന്ന മർഫൂആത്തുകൾ, അത് ഏതൊക്കെയാന്നുള്ള 5 നമ്മൾ പറഞ്ഞു. പിന്നെ ഇസ്മുകളിലും ഫിഅലുകളിലും വരുന്ന പിന്നെ മൻസൂബാത്തുകൾ നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ മജ്റൂർ, അത് ഇസ്മുകളിൽ മാത്രമായിരിക്കും വരിക എന്ന് നമ്മൾ പറഞ്ഞു. അതിന് ഉദാഹരണങ്ങൾ പറഞ്ഞു. ഇപ്പോൾ പറഞ്ഞത് മജ്സൂമുകളാണ്, അത് ഫിഅലുകളിൽ മാത്രമായിരിക്കും വരിക, അതിനുള്ള ഉദാഹരണം പറഞ്ഞു. ഇനി മറ്റൊന്നാണ് തവാബിഅ എന്ന് പറയുന്നത്. തവാബി എന്ന് പറഞ്ഞാൽ ഈ പദം നമ്മൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല, പക്ഷെ ഇതിനെ കുറിച്ച് നമ്മളൊരു പഠിച്ചു പോയിട്ടുണ്ട്. പക്ഷെ ഈ പദമായിട്ട് നമ്മൾ എന്ത് ചെയ്യില്ല, മനസ്സിലാക്കിയിട്ട് ഉണ്ടാവില്ല എന്നുള്ളത്. അതായത് തവാബി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തൊട്ടു മുമ്പുള്ള പദത്തിന്റെ ഇഅ്റാബിനെ പിന്തുടരുന്ന ചില മൗഖിഅകളുണ്ട്, ചില സ്ഥാനങ്ങളുണ്ട്. തൊട്ടു മുമ്പുള്ള പദത്തിന്റെ ഇഅ്റാബിനെ പിന്തുടരുന്ന ചില മൗഖിഅകൾ, അതിനാണ് എന്ത് പറയാ, തവാബിഅ എന്ന് പറയാം. ഉദാഹരണത്തിന് നഅത്ത് എപ്പോഴും എന്ത് പിന്തുടരും? മൻഊത്തിനെ പിന്തുടരും. അതേപോലെ തന്നെ ബദല്, അല്ലെ? അതേപോലെ തന്നെ മഅതൂഫ്, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ അതിനൊരു ഉദാഹരണം കൂടി ഇതൊക്കെ എന്നുള്ളതാണ്. ഒന്ന് നഅത്താണ്. നഅത്ത് എപ്പോഴും ഒരേ ഇഅ്റാബ് ആവൂല എന്നുള്ളതാണ്. അത് പിന്നെ മൻഊത്തിന്റെ ഇഅ്റാബ് അങ്ങനെ കോപ്പി ചെയ്യാണ് ചെയ്യാം. മൻഊത്ത് നസ്ബായിട്ട് വരണമെങ്കിൽ ഇത് നസ്ബാവും, മൻഊത്ത് ജസ്മായിട്ട് വരണമെങ്കിൽ ഇത് ജസ്മാവും, മൻഊത്ത് മൻസൂബായിട്ട് വരണമെങ്കിൽ ഇത് ഇതാവും. അപ്പോ ഒരു ഇഅ്റാബ് എന്ന് പറയാൻ പറ്റൂല. എന്താണോ മൻഊത്തിന്റെ ഇഅ്റാബ്, അത് ഏത് അവസ്ഥയിലാണോ അതേ അവസ്ഥയിലായിരിക്കും എന്ത് ചെയ്യുക, നഅത്ത് വരിക എന്നുള്ളതാണ്. ഇപ്പൊ ഉദാഹരണം ഹാമിദുൻ ത്വാലിബുൻ ദകിയ്യുൻ എന്നുള്ളതാണ്. ഹാമിദ് എന്താണ്? നല്ല ബുദ്ധിയുള്ള അല്ലെങ്കിൽ നല്ല കഴിവുള്ള ഒരു വിദ്യാർത്ഥിയാണ് എന്നുള്ളതാണ്. അപ്പൊ എന്താണ്? نعت مرفوع ونعت مرفوع وعلامة رفعه الضمة. ഇത് ഫർഇയാണോ അസ്ലിയാണോ? അസ്ലിയാണ്. നഅത്തുൻ മർഫൂ വഅലാമത്തു റഫ്ഇഹി അദ്ദമ്മ, അസ്ലിയ ആണ്, അല്ലെ? നഅത്ത് എന്ത് ചെയ്യും? മൻഊത്തിനെ പിന്തുടരും. ത്വാലിബിന്റെ ഇഅ്റാബ് എന്താണോ അത് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഇതിലും വരുന്നത്. മറ്റൊന്നാണ് ബദല്. ബദല് ഉദാഹരണമാണ് ഹാദൽ വലദു ദകിയ്യുൻ, ഈ കുട്ടി എന്താണ്? നല്ല പിന്നെ കഴിവുള്ള അല്ലെങ്കിൽ ബുദ്ധിമാനായിട്ടുള്ള കുട്ടിയാണ് എന്നുള്ളതാണ്. എന്താണ് ഇതിന് വരിക?
അതായത് ബദലുൻ ബദലുൻ മർഫൂഉൻ بدل مرفوع علامة رفعه أو علامة رفعه الضمة الضمة أصلية فرعية أصلية 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 بدل مرفوع وعلامة رفعه الضمة أصلية أنا لا അപ്പോൾ പിന്നെ ലാണ് എന്ത് ചെയ്തിട്ടുള്ളത് റഫ് ചെയ്യുന്നത് അത് അസ്ലിയായിട്ടുള്ളത് തന്നെയാണ്. മറ്റൊന്നാണ് മഅതൂഫ് എന്നുള്ളത്. ഉദാഹരണമാണ് അൽ കിതാബു വൽ ഖലമു ഫിൽ ഹഖീബത്തി, പുസ്തകവും പേനയും എന്താണ് പിന്നെ ബാഗിൽ ആണ് എന്നുള്ളതാണ്. അപ്പൊ എന്തായിരിക്കും ഇവിടെ വരിക? معطوف مرفوع മഅതൂഫുൻ എന്തിമ മഅതൂഫ് എന്തിമ മഅതൂഫുൻ അലൽ അലൽ കിതാബി മഅതൂഫുൻ അലൽ കിതാബ് പിന്നെ مرفوع മർഫൂഉൻ وعلامة رفعه الضمة الضمة അസ്ലിയാണ് ഫറഇയാണ്? أصلية അസ്ലിയാണ് അല്ലേ. മഅതൂഫുൻ അലൽ കിതാബ് മഅതൂഫുൻ അലൽ കിതാബ് കിതാബുമേൽ എന്താണ് മഅതൂഫ് ആണ് എന്നുള്ളതാണ്. അപ്പോ പിന്നെ മർഫൂആണ് വഅലാമത്തു റഫ്ഇഹി അദ്ദമ്മ, അത് പിന്നെ ദമ്മയിലാണ് എന്തിനത് റഫ് ചെയ്യുന്നത്, അത് അസ്ലിയായിട്ടുള്ള അതാണ് എന്നുള്ളതാണ്. അപ്പോ അൽഹംദുലില്ലാഹ് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇത്രയും കാലത്തിനിടക്ക് പിന്നെ ഏകദേശം 2-3 വർഷമായി നമ്മൾ പഠിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് പിന്നെ അതിന്റെ ഡീപ്പായിട്ടുള്ള തലങ്ങൾ പഠിച്ചു. അതൊക്കെ ഒരൊറ്റ ടേബിളിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കൊണ്ടുവന്നു എന്നുള്ളത് മാത്രമാണ് ഇതുവരെ ഉള്ളത്. ഇൻഷാ അല്ലാഹ് ഇനി പിന്നെ കുറച്ചും കൂടി പുതിയ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് തന്നെ ഇതിലേക്ക് ചേർത്തുന്നതും പുതിയതുമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് 1-2 പാഠം പഠിക്കാനുണ്ട്. അത് കഴിഞ്ഞാൽ ഒന്നുകൂടി കുറച്ച് ടഫ് ആയിട്ടുള്ള അടുത്തൊരു ടേമിലേക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് പ്രവേശിക്കാനും ഉണ്ട്. അത് കുറച്ചും കൂടി ടഫാണ്. ഏതായിരുന്നാലും ഈ ഒരു പാഠം അല്ലെങ്കിൽ 2 പാഠം കൂടിയാണ് കുറച്ചൊരു എളുപ്പമുണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ കുറച്ച് പ്രയാസമായിരിക്കും. അതുകൊണ്ട് നല്ല ശ്രദ്ധിക്കുക, റിവിഷൻ നല്ലപോലെ നടത്തുക എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എല്ലാവരും പിന്നെ കൃത്യമായിട്ട് റിവിഷനും കാര്യങ്ങളും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക. هذا والله تعالى أعلم. سبحانك اللهم وبحمدك نشهد أن لا إله إلا أنت ونستغفرك ونتوب إليك. إن شاء الله പാഠം നമുക്ക് അടുത്ത ആഴ്ചയോടുകൂടി തുടങ്ങാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.